കാലന് സ്തുതി. ക്ലിമീസ് മെത്രാന് 90 വയസ്സ്. ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും ഗതികെട്ട മെത്രാൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുര്യാക്കോസ് ക്ലിമീസ് മെത്രാന് 90 വയസ്സാതിൻ്റെ ആഘോഷം നടക്കുകയാണ്. ഗതികെട്ട മെത്രാൻ എന്ന് ഞാൻ പറയുവാൻ കാരണം, പൗലോസുദിയൻ കാതോലിക്ക അന്തരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മുതിർന്ന മെത്രാപ്പോലിത്ത എന്ന നിലയ്ക്ക് കുറച്ചു കാലം ആ ചുമതല വഹിക്കുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അതുപോലെ മത്തായി മൂന്നാമനെ കാതോലിക്കയായി വാഴിക്കുകയും അംശപടി എടുത്ത് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഈ ക്ലീമീസ് മെത്രാനായിരുന്നു. എന്നാൽ മത്തായി മൂന്നാമൻ കാതോലിക്കയായി ആ കസേരയിൽ ഇരുന്ന ശേഷം ആദ്യം ചെയ്ത പണി, തന്നെ കാതോലിക്കയായി വാഴിച്ച ക്ലീമീസ് മെത്രാനെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അധിപൻ എന്ന സ്ഥാനത്ത് നിന്ന് നീക്കി അദ്ദേഹത്തെ കൊണ്ട് മാരാമണ്ണിൽ ഇദ്ദേഹത്തിൻ്റെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ സമഷ്ടി എന്ന കേന്ദ്രത്തിൽ കൊണ്ട് തട്ടി. അതുകൊണ്ടാണ് ഗതികെട്ട മെത്രാൻ എന്ന് ഞാൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വെള്ളപ്പൊക്കം ഇനിയും വന്നാൽ രക്ഷപ്പെടുവാൻ അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി വലിയൊരു വള്ളവുമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം അവിടെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നവതി ആഘോഷത്തിൻ്റെ മലയാള മനോരമയിൽ വന്ന വലിയൊരു സപ്ലിമെൻ്റ് കണ്ട ഓർത്തഡോക്സ് സഭാംഗവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് നന്നായി അറിയാവുന്ന വ്യക്തിയുമായ റാന്നി സ്വദേശിയായ എലീശ നടത്തുന്ന ക്ലീമീസ് നവതി അനുസ്മരണം കേൾക്കുക. ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു മനുഷ്യനോ ഒരു മെത്രാനോ അച്ഛനോ ആരായാലും അയാൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല വിഷയം, എങ്ങനെ ജീവിച്ചു എന്നുള്ള ഈ കാലം. 100 വർഷമോ 200 ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇനി 10 വർഷമാണെങ്കിലും അവൻ എങ്ങനെ ഈ ഭൂമി ജീവിച്ചു. യൂദ എന്ന് പറഞ്ഞാൽ ഒറ്റുകാരൻ യൂദായോട് യേശു ചോദിക്കുന്നതായിട്ടൊരു സങ്കല്പമുണ്ട്. ഞാൻ നിനക്ക് വിദ്യാഭ്യാസം തന്നു, ആരോഗ്യമുള്ളൊരു ശരീരം തന്നു, സുഖമായ ഒരു ആയുസ് തന്നു, അങ്ങനെ ആരോഗ്യവും ബുദ്ധിശക്തിയും എല്ലാം ഞാൻ നിനക്ക് തന്നു, നീ എനിക്ക് എന്ത് തന്നു തിരിച്ച്? ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മെത്രാന്മാരാകുമ്പോൾ കണക്ക് കൂടുതൽ ബോധിപ്പിക്കേണ്ടി വരുന്നു. ഇവരെ എന്തുമാത്രം കാലം ജീവിച്ചു എന്നതിലുപരി എങ്ങനെ ജീവിച്ചു. ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇന്നലത്തെ ഈ സൂചിപ്പിച്ചിരിക്കുന്നതിനകത്ത് വലിയ സത്യങ്ങളൊന്നുമില്ല. അദ്ദേഹം അറിയാതാണെന്നും മാത്യൂസ് പ്രവൻ കാതോലിക്ക വിളിച്ചു പറയായിരുന്നെന്നും ഒക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പീലക്സിനോസ് തിരുമേനി സെമിനാരിൽ അയച്ചു എന്ന് പറഞ്ഞാൽ പീലക്സിനോസ് തിരുമേനിയെ എനിക്കറിയാം, ഇദ്ദേഹത്തെ അറിയാം. പീലക്സിനോസ് തിരുമേനിക്ക് ഏറ്റവും അധികം കോപം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ പുരിയം കിടന്ന് വെട്ടുമായിരുന്നു. അത് അടുത്ത് ഇടപെട്ടിട്ടുള്ളവർക്കറിയാം. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഷോക്കാണ്, ഭയങ്കരമായ അസാധാരണമായ പുരിയത്തിന് നീളമാണ്. ഈ ക്ലീംസ് മെത്രാനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പുരിയം വെട്ടുമായിരുന്നു. അതെന്തോ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്തൊക്കെ ആയിരിക്കാം. പിന്നെ അതങ്ങ് പൊക്കോട്ടെ. ഈ പത്രപരസ്യത്തിൽ കാണുന്നതിനകത്ത് ഇത്രമാത്രം പ്രകൃതിയെ സ്നേഹിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. സ്പഷ്ടവും വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, വ്യക്തമായിട്ട് തന്നെ പറയുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും ഞാൻ പറയാം, അദ്ദേഹം മനുഷ്യനെ സ്നേഹിച്ചു, പ്രകൃതിയെ സ്നേഹിച്ചു. പക്ഷേ മനുഷ്യനെയും പ്രകൃതിയെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തെ അദ്ദേഹം സ്നേഹിച്ചില്ല, ആദരിച്ചില്ല, കൽപ്പന ബഹുമാനിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കി മനുഷ്യനെ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, കുറെ കാലങ്ങളുണ്ട് ഈ സമൂഹത്തിൽ ഇത് നടക്കുന്നു. ഈ ഒരു വ്യക്തി മാത്രമല്ല, ഇപ്പൊ തന്നെ വളരെയധികം പ്രതികൂലത്തിൽ നിൽക്കുന്ന വേറെ ചില ആളുകൾ ഇതുപോലെ നിസാര കാര്യത്തിനൊക്കെയും കാശ് മുടക്കി പത്രത്തിൽ പടം കൊടുക്കുക, അതിന്റെ ഉദ്ഘാടനം ഇതിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് സ്ഥാനം ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ഞാൻ വലിയ മിടുക്കനാണ്, കേമനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പരസ്യവും ഇതായിരുന്നു. അത് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു പരസ്യം ഒന്നും വേണ്ട. ഒരു പരസ്യവും കൂടാതെ യേശു ഒരിക്കൽ പറഞ്ഞതുപോലെ നിങ്ങൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുമായിരുന്നു. ഈ പരസ്യങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലങ്ങളിൽ ബത്തേരി ഭദ്രാസനത്തിലും
തുമ്പോൺ ഭദ്രാസനത്തിലൊക്കെയും ജീവിച്ചിരുന്ന കാലയളവിൽ പിന്നെ ചെയ്തിരിക്കുന്നതായ ചില പ്രത്യേകത കാര്യങ്ങളൊക്കെ അടുത്തിടപെടുന്നവർക്കൊക്കെ അത് അറിയത്തുള്ളൂ. എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് സഭയ്ക്കൊരു ശാപമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതിനെന്താണ് അതിൻ്റെ ശാപം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് തന്നെ ഇവരുടെ ഈ വസ്ത്രധാരണയാണ്. ഈ ചുമന്ന കുപ്പായം ധരിക്കുക, ഈ ചുമന്ന കുപ്പായം ഇട്ടിരിക്കുന്നതല്ലേ ഓർത്തഡോക്സിലെ മാത്രമല്ല, ചുമന്ന കുപ്പായം ഇട്ട സകലരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ചുമന്ന കുപ്പായം എന്നുദ്ദേശിക്കുന്നത് അവര് നമ്മളെ സങ്കല്പം പറഞ്ഞിരിക്കുന്നത് രാജത്വം, രാജപ്രൗഢി. അതാണ് മോതിരവും ഈ ചുമന്ന പിന്നെ സ്വർണ്ണമാലയും ഒക്കെ ഇടുന്നത് ഞങ്ങൾ രാജാക്കന്മാരാണെന്നാണ്. അപ്പോ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 28 വാക്യം മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവന്റെ വസ്ത്രം അഴിച്ച് അവനെ ചുമന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവന്റെ മുന്നിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ കൊണ്ട് അവന്റെ മേൽ തലമേൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി എന്ന് പറഞ്ഞാൽ ആ ചുമന്ന മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം അവനെ ധരിപ്പിച്ചു. അപ്പൊ ഈ ചുമന്ന കുപ്പായം ഇവര് ധരിപ്പിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന, എന്റെ വിശ്വാസം പറയുന്നത്, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിച്ചാൽ മതി, ഇത് യേശുവിനെയും ദൈവത്തെയും ദൈവരാജ്യത്തെയും കബളിപ്പിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വസ്ത്രമായിരുന്നു. ഇത് ഓട്ടം തുള്ളലുകാര് വേഷം കെട്ടുന്ന പോലെ വെറുതെ വേഷം കെട്ടിയിരിക്കുകയാണിത്. ബുദ്ധിയില്ലാത്ത മനുഷ്യരെയും ചിന്താശക്തി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ കബളിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഞങ്ങൾ രാജാവാണ്, അതാണ് ഇതാണ്, ഞങ്ങൾ ശപിച്ചാൽ അങ്ങനെ വരും, ഞങ്ങൾക്ക് ഉയർത്തി ശക്തി പ്രാപിച്ചിട്ടുണ്ട്, വരം ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയും അബദ്ധജടിലങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇത് യേശുവിനെ പരിഹസിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ പറഞ്ഞു, തിരുവചനം പഠിപ്പിക്കുന്നത് ഇത് യേശുവിനെയും മാത്രമല്ല ദൈവരാജ്യത്തെയും പരിഹസിക്കുന്ന ഒരു വസ്ത്രമാണ്. അത് ഈ 90 കൊല്ലം അദ്ദേഹം ധരിച്ചിരുന്നു, അല്ലെങ്കിൽ 50 കൊല്ലം ധരിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതിന്റെ ആശയം ഇതേ ഉള്ളൂ. ഇങ്ങനൊരു പരസ്യം കൊടുത്ത് കേമനാകാതെ നന്മ ചെയ്താൽ കല്ലുകൾ ആർത്ത് വിളിക്കുമല്ലോ. അറിയാതെ തന്നെ ഞാൻ ആരോടും കൂലി കൊടുക്കാതാണ് പരിമല തിരുമേനിയെ ജനമെല്ലാം ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാമ്പാടി തിരുമേനിയെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു, പുത്തഞ്ചായ കൊച്ചു തിരുമേനിയെ ബഹുമാനിക്കുക. പേര് കേൾക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ പരസ്യം കൊടുക്കുന്നത്? വീണ്ടും ജനത്തെ കബളിപ്പിക്കാനും. അദ്ദേഹം പറഞ്ഞാണല്ലോ, അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? കിട്ടുന്നതിലൊക്കെ ദശാംശം കൊടുക്കണോ. ഇങ്ങനെ പലരുടെയും ദശാംശം അദ്ദേഹം വാങ്ങുന്നതും എനിക്കറിയാം. ഇങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്ത്, സമൂഹത്തെ ചൂഷണം ചെയ്ത്, തേനീച്ചയുടെ റാണിയെ പോലെ സുഖജീവിതം നയിക്കുന്ന ഒരു കൂട്ടം മൃഗമനുഷ്യനെന്ന് പറഞ്ഞു പോയാൽ വല്ല തെറ്റുമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ. ഈ നവതി ആഘോഷിക്കുന്ന ഈ വ്യക്തിയോട് സ്വർഗത്തിന്റെ നാമത്തിൽ സത്യം ചെയ്ത് 3 കൂട്ടം കാര്യം ചോദിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപാകെ നീ വെറും കയ്യാ വരല്ല. ഈ നവതി കഴിഞ്ഞ് ഇനി 10 കൊല്ലം കൂടി ഇരിക്കുമെന്നിരിക്കട്ടെ. ഈ 10 കൊല്ലം കൂടി ഇരുന്നേച്ച് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാൻ ചെല്ലുമ്പോൾ നീ എനിക്ക് എന്ത് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം യേശു ചോദിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുൻപാകെ നീ വെറും കയ്യാ വരരുത്. നീ എന്ത് കൊണ്ടുവന്നു? ഒരു വള്ളം പണിയിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് പോകുമോ? അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മൃഗങ്ങളുണ്ട്, എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന മൃഗങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പറവകളുണ്ട്. പിന്നെ ഇനി പറയാൻ സമയത്തിന്റെ കുറവുകൊണ്ടൊന്നും പറയുന്നില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കരിങ്കുരങ്ങുകളുണ്ട്. പിന്നെ ചീനയിൽ നിന്ന്, ജോർദാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മത്സ്യങ്ങളെ ഇവിടെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ ഇതിനെയും കൊണ്ടുപോകേണ്ട ദൈവമായ കർത്താവേ നിന്റെ നാമത്തിൽ ഞാൻ ഇത് നേടിയെടുത്തു എന്ന് പറയുമോ? ഒരാത്മാവിനെ നേടാൻ ക്ലീമീസ് മെത്രാച്ച തന്റെ ജീവിതത്തിൽ ഈ 90 കൊല്ലം കൊണ്ട് തനിക്ക് കഴിഞ്ഞെങ്കിൽ
ഞാൻ ഈ പറഞ്ഞത് 1000 പ്രാവശ്യം ക്ഷമ പറഞ്ഞിട്ട് അങ്ങയുടെ പാദം കഴുകി ഞാൻ വെള്ളം കുടിക്കാം. ഒരാത്മാവിനെ നേടിയില്ലേലും കുഴപ്പമില്ല. എത്ര ആത്മാവിനെ ഈ മനുഷ്യൻ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? യാതൊരു വിധമല്ല നടപടി ദോഷം കൊണ്ട് നടക്കുന്ന എത്രയോ സ്ത്രീകളെ പിടിച്ചിട്ട് സഭാവസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇനി സഭാവസ്ത്രം ധരിപ്പിച്ചത് പൊക്കോട്ടെ, തലയിലെ കീറ്റ് തുണിയിട്ടതും പൊക്കോട്ടെ, എന്തിന് നെഞ്ചത്ത് കുരിശിട്ടിരിക്കുന്നു? ദൈവത്തെ അപമാനിക്കുകയല്ലേ? യേശുവിനെ പരസ്യമായിട്ട് അപമാനിക്കുകയല്ലേ? കണ്ട് സഹിക്കാൻ ഒക്കുമോ? അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. ഈ മെത്രാച്ചൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനെ കൊണ്ടോ സെക്രട്ടറിയെ കൊണ്ടോ ആരെ കൊണ്ടേലും അതോ നേരിട്ട് യേശു ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, ഒരു സ്ത്രീയെയും 2 കുഞ്ഞുങ്ങളെയും കൂടെ നിർത്തിയിട്ട് ഈ സ്ത്രീയെ അറിയുമോ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത് പറയും? രണ്ടാമത് വീണ്ടും ചോദിക്കുന്നു, ഞാൻ അറിയാതെ ഭൂമിയിൽ ഈ 2 സൃഷ്ടികൾ എങ്ങനെ ഉണ്ടായി? താങ്കളതിന് മറുപടി ഞാൻ പരിഹസിക്കാനോ അഹങ്കാരം കൊണ്ടോ പറയുന്നതല്ല, ഉത്തരം കണ്ടുപിടിച്ചോ. ഏറെ താമസിക്കാതെ താങ്കളുടെ മൂക്കിൽ പഞ്ഞി വെക്കും. ഈ സ്വർഗത്തിലെ ദൈവം താങ്കളോട് ഈ ചോദ്യം ചോദിക്കും. ഉത്തരം പറയാൻ കണ്ടുപിടിച്ചോ. ഇനി ഈ വ്യക്തി മാത്രമല്ല, മലങ്കര സഭയില് അവിടെ ആയാലും ഇവിടെ ആയാലും എല്ലാം ഇതുപോലുള്ള ധാരാളം ആളുകളുണ്ട്. ഞാനിത് വേദനയോട് പറയുന്നതിന്റെ കാരണം, ഏലിശ എന്ന ഞാനിത് പറയുന്നത് വ്യക്തിയെ അധിക്ഷേപിക്കാനല്ല. 200 കൊല്ലമായി തീരാതെ കിടക്കുന്ന കേസ്, ഇതുപോലുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ കേസ് കിടക്കുന്നത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഞാൻ ഇതിനെ സൂചിപ്പിക്കുകയാണ്. ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി? നീ എന്നെ കാണാൻ വന്നപ്പോ എനിക്ക് നേർച്ചയായിട്ട് നീ എന്തുകൊണ്ടുവന്നു? കാഴ്ചയായിട്ട് 2 താലന്ത് ഞാൻ നിനക്ക് തന്നു, നീ 2 കൂടെ നേടിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി കണ്ടുപിടിക്കണമേ, ഉത്തരം കണ്ടുപിടിക്കണമേ. ഇല്ല എങ്കിൽ വൃക്ഷത്തിന്റെ ചോട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നീതിമാന്മാരുടെ മുൻപാകെ നഗ്നത കൊണ്ട് താങ്കൾ ഞെളിവിരി കൊള്ളും. ഞാൻ 90 എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇതിൽ കൂടുതൽ പ്രായമുള്ള ജിറാഫും മറ്റു മൃഗങ്ങളൊക്കെയും വനാന്തരങ്ങളിലുണ്ട്. ഇത്രയും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എലിശ എന്ന എന്നോട് ഇത് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ക്ലീമീസ് മെത്രാന് i2i ന്യൂസിന്റെ നവതി ആശംസകൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.